യേശുക്രിസ്തുവിനെ മാത്രം സ്വന്തമാക്കിയാൽ മതി, നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, മോശ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ കൂടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ഒരുപക്ഷെ മോശയ്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് മുന്നോട്ട് പോയാൽ മതി, മോശയ്ക്ക് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ എത്തിയാൽ മതി, ജനത്തിന്റെ പ്രവാചകനായി അറിയപ്പെട്ടാൽ മതി. പക്ഷെ മോശ വാശിയോടുകൂടി നിർബന്ധത്തോടുകൂടി കരയാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുത്. ഇത്രമാത്രം ദൈവത്തെ മുറുകെ പിടിക്കാൻ കാരണം ദൈവം ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് മോശയ്ക്കറിയാം. ദമാസ്കസിലേക്കുള്ള യാത്രയിൽ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാനെന്ന് വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹായ്ക്ക് പിന്നീട് ഈശോ ഇല്ലാത്തൊരു ജീവിതമല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ, എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുകയാണ്. യേശുവില്ലാത്തൊരു ജീവിതമില്ല, യേശുവില്ലാത്തൊരു മുന്നോട്ടുള്ള യാത്രയില്ല. പ്രിയപ്പെട്ടവരെ, അതിന് പറയുന്ന പേരാണ് കൃപ. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഇന്ന് വളരെയധികം പ്രലോഭനങ്ങളുമായിട്ട് മല്ലടിക്കുന്നവരുണ്ട്.